മല്ലു CSE ടെക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ MSME ഉദ്യം രജിസ്ട്രേഷനിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് വരുമ്പോൾ ഓൾറെഡി ഈ പാൻ കാർഡ് ഉപയോഗിച്ച് രജിസ്റ്റർ ആയിട്ടുള്ള വ്യക്തിയാണ് എന്ന് എറർ കാണിക്കുന്ന സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് അവരുടെ നിലവിലുള്ള ഉദ്യം രജിസ്ട്രേഷൻ നമ്പർ റിട്രീവ് ചെയ്തെടുക്കുക എന്നതാണ് ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്ക് സാധാരണ അവരുപയോഗിക്കുന്ന മൊബൈൽ നമ്പറോ ഇമെയിൽ ID ഉണ്ടെങ്കിൽ അതിൽ OTP ഇട്ട് റിട്രീവ് ചെയ്തെടുക്കുന്ന ഒരു രീതി നമുക്കറിയാം. എന്നാൽ നിലവിൽ അവരുടെ മൊബൈൽ നമ്പറോ ഇമെയിൽ IDയോ അവർക്ക് ഓർമ്മയില്ല, അല്ലെങ്കിൽ അവരുടെ ഉദ്യം രജിസ്ട്രേഷൻ ആരാണ് ചെയ്തത് എന്നറിയില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ എങ്ങനെയാണ് നിലവിൽ ഉണ്ടായിരുന്ന രജിസ്ട്രേഷനെ റിട്രീവ് ചെയ്തെടുക്കുക എന്നതാണ് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. അതിനായി നമ്മൾ ഉദ്യം രജിസ്ട്രേഷൻ്റെ വെബ്സൈറ്റിലെ ഏറ്റവും അടിഭാഗത്തുള്ള സെക്ഷനിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്, champions@gov.in. ആ ഇമെയിലിലേക്ക് ഇവരുടെ പാൻ കാർഡിൻ്റെയും ആധാർ കാർഡിൻ്റെയും കോപ്പി അയച്ചു കൊടുത്താൽ നമുക്ക് റിപ്ലൈ മെയിലായി ഇവരുടെ നിലവിലുള്ള ഉദ്യം രജിസ്ട്രേഷൻ നമ്പർ അയച്ചു തരുന്നതാണ്. ഇനി അതല്ല എങ്കിൽ മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അതിൻ്റെ താഴെയുള്ള കോണ്ടാക്ടസ് എന്ന് പറയുന്ന ഓപ്ഷൻ, അതിനകത്ത് ഫോർ ഗ്രീവിയൻസ് ആൻഡ് പ്രോബ്ലംസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപയോഗിച്ച് അതിൻ്റെ ഫോമിൽ വന്നിരിക്കുന്ന അത്രയും ഡീറ്റെയിൽസ്, നമ്മുടെ പേര്, വിവരങ്ങൾ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്താൽ നമുക്ക് ഇവരുടെ നിലവിലുള്ള രജിസ്റ്റേർഡ് ആയിരിക്കുന്ന ഉദ്യം രജിസ്ട്രേഷൻ നമ്പർ തിരിച്ച് ഇമെയിലായി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകളും വരും ദിവസങ്ങളിൽ നമുക്ക് മല്ലു CSE ടെക് എന്ന ചാനലിൽ കാണാൻ സാധിക്കുന്നതാണ്.